മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ് അച്ഛൻ ബാഗ് എടുത്ത് വീടിന്റെ പടി ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പെടും, നല്ല പോലെ പെടും. പോലീസ് പിടിച്ചോണ്ട് പോയാലേ ജയിലാണ്, അല്ലാതെ റിസോർട്ടിലല്ല താമസം. ഒരു മിനിറ്റ്. മോന, ആ ബാഗ് എടുത്തു കൊടുത്തേക്ക്. വലിയ കേസാ, എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാ ജാമ്യം പോലും കിട്ടില്ല. നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു. ഹലോ അഞ്ജു, ആ ബാഗ് എടുത്ത് അങ്ങോട്ട് കൊടുത്തു. മോളി, ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നടോ, അതാ ഞാൻ വിളിച്ചത്. സോൾവ് ആയെന്ന് തോന്നുന്നു. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഞാൻ. ഓക്കെ, കൊടുക്ക്. അച്ഛൻ ചെല്ലച്ഛൻ ചെല്ല. ഞങ്ങള് നന്നാവുന്നത് അവിടെ നിൽക്കട്ടെ. നീ എന്ത് വിചാരിച്ച് നിന്റെ ഷോ കണ്ട് പേടിച്ച് ഞങ്ങൾ അച്ഛനെ പറഞ്ഞു വിട്ടായിരുന്നു? കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരേ ഈ വീട്ടിൽ പൂട്ടിയിടാൻ പറ്റിയില്ലേ? അത് തന്നെ ഈ യശോദക്ക് ധാരാളം. അരുന്ധതിനെ ഞാൻ എല്ലാം അറിയിച്ചിട്ടുണ്ട്. കേസ് വിളിക്കാനേ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. കാത്തിരുന്നു. കാണാം, കാത്തിരുന്ന് കാണാം. ഞങ്ങൾ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നു. കോടതി എങ്കിൽ കോടതി, ചുമ്മാ പേടിപ്പിക്കാതെ. ചേച്ചി ചെല്ലി ചെന്ന് യാത്രയേക്ക് ചെല്ലി. എപ്പോഴും കാണണം ഈ ധൈര്യം. നിങ്ങൾക്ക് ഇവരൊന്ന് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? എന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മുടക്കി നല്ലൊരു വക്കീലിനെ വെച്ച് തരാം. അതൊക്കെ നമുക്ക് ആലോചിക്കാം മോന. അച്ഛൻ പോയാ? ആ, ഒരു ഓട്ടോ കിട്ടി ചേച്ചി. ചേച്ചി എന്തായാലും കറക്റ്റ് സമയത്താ വന്നേ. ഇല്ല, ഇവിടെ വലിയൊരു വഴക്കായന്. വഴക്കുണ്ടാക്കുന്ന കാര്യത്തിന് വഴക്കുണ്ടാക്കിയേ പറ്റുള്ളൂ. ഉണ്ടായിരുന്ന നടക്കുവോ? പിന്നെ കുറച്ച് കാര്യം എനിക്ക് നിന്റെ അടുത്ത് പറയാനുണ്ട്. എന്താ ചേച്ചി? ഞാൻ ഇന്നലെ അരുന്ധതിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചില്ലേ? അത് നീ ഇന്നലെ പറഞ്ഞില്ലേ രഘു നിന്റെ അമ്മയെ ആവശ്യപ്പെടുന്നുണ്ടെന്ന്? അത് ഞാൻ അരുന്ധതിയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. നീ ചെറുതായിരിക്കുമ്പോഴല്ലേ രഘു ജയിലിൽ പോയത്? അതെ. പിന്നെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു കോള് മാത്രമാണ് വന്നത്. അതെ. അരുന്ധതി പറഞ്ഞത് 7 കൊല്ലം ഒരാളെ പറ്റി ഒരു വിവരം ഇല്ലെങ്കിൽ അങ്ങനെ മരിച്ചതായിട്ട് കണക്കൂട്ടാവുന്ന. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? രഘുവിന് വേണമെങ്കിൽ നിന്റെ അച്ഛൻ അമ്മേനെ കടത്തി വെച്ചേക്കാണ് എന്നൊരു കേസ് കൊടുക്കും. അതങ്ങനെയല്ലെന്ന് അമ്മ അങ്ങ് പറഞ്ഞാ പോരെ? പുള്ളിയുടെ ഉദ്ദേശം എന്തുവാ? നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക. ഇത് ബാക്കിയുള്ളവരറിഞ്ഞാലോ? നിന്റെ അമ്മ ഇങ്ങനെ തിടിയില്ലേയും? അമ്മയ്ക്ക് BP ഒക്കെ ഉള്ളതല്ലേ? ഞാൻ എന്ത് ചെയ്യും ചേച്ചി? തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ എന്തുവാ ചെയ്യുന്നേ? ഇവിടെ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുവല്ലേ? അങ്ങനെ അങ്ങ് നിന്നാ മതി. ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത്? രഘുവായിട്ടൊരു സെറ്റിൽമെന്റ് ശ്രമിച്ചു നോക്കിയാലോ? സെറ്റിൽമെന്റോ? എന്ത് സെറ്റിൽമെന്റ്? അതെനിക്കും അറിയത്തില്ല. അരുന്ധതിയായിട്ടൊന്ന് ഞാൻ ചർച്ച ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാം. പുള്ളിക്കാരൻ്റെ ആവശ്യം എന്തുവാ? കാശല്ലേ? ആ വഴിക്ക് നമുക്കൊന്ന് നോക്കാം. കുഴപ്പമില്ലെങ്കിൽ മാത്രം. ഞാനെന്തായാലും ഇനിയൊരു അവസരം കിട്ടിയ ആളോടൊന്ന് സംസാരിച്ചു നോക്കാം. ഒറ്റയ്ക്ക് പോയിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഈ രഘു നിന്നെ ഇപ്പൊ വിളിക്കാറുണ്ടോ? ഇല്ല, ഇപ്പം ഇങ്ങോട്ട് വരാറുമില്ല. പ്രകാശനില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു.
അപ്പൊ ഇതിങ്ങനെ അങ്ങ് പോട്ടെ. ഇനി അങ്ങനെ വിളിക്കുമ്പോ എന്താ വേണ്ടെന്ന് നോക്കാം. അതിനു മുന്നേ അരുന്ധതിയായിട്ടൊന്ന് ഞാൻ സംസാരിക്കട്ടെ. ഭീകര ഡിസ്കഷൻ ആണല്ലോ വക്കീല്. കേസ് വിളിക്കാറായില്ലേ മോന, അതിന്റെ ടെൻഷൻ കാണും. അല്ല വക്കീലേ, ഞാൻ അന്നൊരു ദിവസം പാതിരാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ടെറസീന്ന് കണ്ടു എന്ന് പറഞ്ഞത് എന്തിനാന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. പറ വക്കീലെ, പറഞ്ഞിരുന്നോ? ഉറക്കം വരാത്തത് കൊണ്ട് ടെറസിൽ പോയി എന്നല്ലേ എങ്ങനെ പറഞ്ഞത്? അതെ, അതെങ്ങനെ ആവണിക്കറിയാം? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, തെളിവ് സഹിതം കണ്ടുപിടിച്ചു. നീ എന്ത് സത്യമാണ് കണ്ടുപിടിച്ചത്? അതൊക്കെ ഞാൻ പറയാം, ഇവിടെയല്ല, അങ്ങ് കോടതിയിൽ. എല്ലാരും അറിയട്ടെ, കുഞ്ഞുങ്ങളും അറിയട്ടെ അച്ഛന്റെ തനി സ്വഭാവം എന്താന്ന്. സത്യം സത്യമായിട്ട് പറ മോന, അല്ലെ കേസ് തോറ്റു പോട്ടോ. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വക്കീലെ നിങ്ങളുടെ കക്ഷിയെ. വക്കീലൊന്ന് അല്ല വച്ചേ, അങ്ങനെ എന്തോ ശരിക്കും ടെറസ് ചെയ്തോണ്ടിരുന്നേ? അതൊരു സർപ്രൈസാ, അങ്ങനെ പറയണ്ടെന്നാ അരുന്ധതി മാഡം പറഞ്ഞത്. നിനക്ക് എല്ലാ കാര്യത്തിനും ഞാൻ വേണം. സർപ്രൈസും രഹസ്യമല്ല അരുന്ധതിയായിട്ട്. ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ആ, നീ എന്തേലും ചെയ്യും. ആ രഘുവിനെ വിളിച്ചാ നീ ഒറ്റയ്ക്ക് പോയി സംസാരിക്കാൻ നിൽക്കണ്ട. ചേച്ചി, കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. നിനക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഞാനും കൂടെ വന്നിട്ട് നീ പോയാ മതി. ശരി, ചേച്ചി പറയുന്ന പോലെ. എന്നാലും എന്തിനായിരിക്കും മോഹൻ ടെറസിൽ പോയി നിന്നത്? ആ, ദിവസം 3 നേരം വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അവളെ അവളുടെ അച്ഛനെയും പുറം ലോകം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടേ അയാൾ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയി. ഇവളെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അമ്മ. മോഹന, പദ്ധതികൾ നടപ്പാക്കുമ്പോ എല്ലാം വിജയിക്കണം എന്നില്ല. ചിലപ്പോ ഒന്നേ വിജയിക്കുള്ളൂ. അതുവരെ നമ്മൾ പുതിയ പദ്ധതികള് നടപ്പാക്കിക്കൊണ്ടേയിരിക്കണം. ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? പറഞ്ഞു കൊടുക്കമ്മ. അതെന്താന്നറിയാതെ വിതുമ്പി നിൽക്കുക അമ്മയുടെ ഇളയ മരുമോള്. എന്റെ അഞ്ജു വലിയൊരു പദ്ധതി പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ അങ്ങ് ചീറ്റിപ്പോയതല്ലേ ഉള്ളൂ. അടുത്തത് ആലോചിക്കണ്ടേ? അതിന് സമയം കൊടുക്കുക. ഇത് മെഷീൻ ഒന്നും അല്ലല്ലോ, അല്ലേ അമ്മേ? നീ കൂടുതൽ ഞെളിക്കല്ലേ? ഇല്ല, നെകളിക്കുന്നില്ല. പക്ഷെ അമ്മേ, പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ പാളിപ്പോയ പദ്ധതി ഉണ്ടല്ലോ, അത് നല്ല ഐഡിയ ആയിരുന്നു. പക്ഷേ എക്സിക്യൂട്ട് ചെയ്തത് ശരിയായില്ല. എനിക്ക് തോന്നുന്നതേ ഇവരെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്നാ. അമ്മയുടെ പാർട്ട്നേഴ്സിനെ ഒന്ന് മാറ്റിപ്പിടിച്ചു നോക്ക്, ചിലപ്പോ വർക്കൗട്ട് ആയാലും. നിന്ന് പ്രസവിക്കാതെ കേറി പോടി. ഓ ആ വക്കീലേ, ചേച്ചി നല്ല കലിപ്പിലാ പോയത്. വീട്ടിലേക്ക് എന്നാ നിങ്ങളുടെ എല്ല് പോലും ബാക്കി കിട്ടും തോന്നുന്നില്ല. ഇതുങ്ങളുടെയൊക്കെ കൂടെ കൂടി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതെ നോക്ക് വക്കീലേ. ആ പിന്നെ സമയം കളയണ്ട. അടുത്ത പദ്ധതി എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ. ഞാൻ പോയേക്കാം, ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. മോഹന, നീ പറഞ്ഞത് ശരിയാ. ഇവളെ കൊല്ലരുത്, കൊല്ലാതെ കൊല്ലാം. ഇവള് നരകിക്കുന്നത് കാണുന്നത് തന്നെയാ നല്ലത്.
എന്തേലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല. ഹലോ, നീ ഇതെവിടെയാടാ? നീ എന്തൊരു കൂട്ടുകാരനാ. ഒരാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, അപ്പൊ അവിടെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലല്ലോ. വിളിച്ചാ പോലും ഫോൺ എടുക്കാതായി അവൻ. പിന്നെ തിരക്ക്. നീ ഇങ്ങോട്ട് വല്ലതും വരുന്നുണ്ടോ? ഞാൻ വിളിച്ചത് എന്റെ മരുന്നൊക്കെ തീർന്നടാ. ആ, നീ ഒന്ന് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നാളെയോ? നാളെ പോരെ, ഇന്ന് തന്നെ വേണം. മൊത്തം കഴിഞ്ഞിരിക്കുക. ശരി, ശരി എന്നാ നീ എത്തുമ്പോൾ വിളിക്ക. ഓക്കെ. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, മൊത്തത്തിലൊരു പരിങ്ങല. എന്തേലും ആവട്ടെ. രഘുവിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണമായിരുന്നത്. അവന് നല്ല ടെൻഷനില്ല. താനൊന്ന് നോക്ക്, നമുക്ക് ഈ കാര്യം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. ഇല്ലടോ, അവളെ നല്ലപോലെ അവർ ഉപദ്രവിക്കുന്നുണ്ട്. അവര് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ശരിയുടെ എന്നാല് തിരക്ക് കഴിഞ്ഞ് താൻ വിളിക്കും. വക്കീലേ, എന്താണ് മൈൻഡ് ചെയ്യാതെ പോകുന്നത്? മോഹനം പറഞ്ഞോ എന്നെ മൈൻഡ് ചെയ്യണ്ടെന്ന്? അങ്ങനൊന്നുമില്ല. ഇനിയിപ്പോ മോഹനം പറഞ്ഞാൽ തന്നെ ഞാനെന്തിനാ സുഖം മൈൻഡ് ചെയ്യാതിരിക്കുന്നത്? എനിക്കറിയോ, നിങ്ങളുടെ ക്ലയന്റും കക്ഷിയൊക്കെ ആയിരിക്കും. പക്ഷെ അവർ ഈ ചെയ്യുന്നത് ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയെല്ലാം തോന്നിയതുകൊണ്ടല്ലേ സുധേ ഞാൻ ആ കേസിൽ ഇടപെട്ടത്. അതുകൊണ്ടല്ലേ അവൻ്റെ അച്ഛന് വീട്ടിൽ പോകാൻ പറ്റിയത്. ഇപ്പോൾ അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. കുഴപ്പമുണ്ടായില്ലേന്ന് ചോദിച്ചാ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ഞാൻ ഈ കാര്യം അരുന്നതയെ അറിയിച്ചിട്ടുണ്ട്. എന്തിനാ എല്ലാ കാര്യവും വിളിച്ച് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചേടാ, അവളുടെ ക്ലയന്റ് അല്ലേ ആവണേ. ക്ലയന്റ് അനുഭവിക്കുന്ന മാനസിക പീഡനം പിന്നെ അവളല്ലാതെ വേറെ ആരെങ്കിലും അറിയിക്കണോ? ഞാൻ പറഞ്ഞില്ലേ വക്കീലേ, നിങ്ങൾ ആദ്യമായിട്ട് തോക്കുന്ന കേസ് ഈ കേസായിരിക്കും. അതൊരിക്കലും ഇല്ല സുധേ. ഞാൻ നിങ്ങളോട് ഓരോ കാര്യം പറയുമ്പോഴും ഒന്നും മുഴുവൻ പറയാറില്ല. കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഭാവവ്യത്യാസം അറിയാൻ ഞാൻ ഓരോന്ന് പറഞ്ഞു നോക്കുന്നതല്ലേ. അതുകൊണ്ടായിരിക്കും ആവണിയെടുത്ത് ചോദിച്ചത് രഘു അവളുടെ അച്ഛനല്ലേ എന്ന്. അങ്ങനെയുള്ള ചെറിയ പാളിച്ചകളൊക്കെ പറ്റും, മനുഷ്യനല്ലേ സുധേ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, രഘുവും ആവണിയുടെ ഫാമിലിയും തമ്മിൽ എന്തോ കാര്യമായൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഈ കേസ് കഴിയുന്നതിന് മുന്നേ അതൊന്ന് കണ്ടുപിടിക്കൂ. നിങ്ങളുടെ വായിന്ന് അറിയാനുള്ള കൊതി കൊണ്ട് പറയുക. കളിയാക്കല്ലേ സുധേ. ഈ രഘുവിന്റെ CCTV ഫുട്ടേജ് കൊണ്ടുവന്ന് ഞാനല്ലേ. ഈ രഘുവിനാണ് ആവണി പൈസ ഇട്ട് കൊടുക്കുന്നത് കണ്ടുപിടിച്ചത് ഞാനല്ലേ. ഇതൊക്കെ കണ്ടുപിടിച്ച എനിക്ക് ഈ രഘുവും ആവണിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് സുധയ്ക്ക് തോന്നുന്നുണ്ടോ? 2 ദിവസം, 2 ദിവസത്തിനകം ഇതെല്ലാം കണ്ടുപിടിച്ച് ഞാൻ സുധയോട് ഒന്ന് പറയാം. കയ്യിലൊരു തെളിവും ഇല്ല, ഒന്നുമില്ല. എന്നാലും ഭയങ്കര കോൺഫിഡൻസാ. സമ്മതിക്കണം വക്കീലേ നിങ്ങളെ. ഇത് തന്നെയാണ് ഞാൻ ബാധിച്ച എല്ലാ കേസിലെയും പ്രതിഭാഗം വക്കീലന്മാർ പറയാറ്. തെളിവൊന്നും കയ്യിലില്ലെങ്കിലും കോൺഫിഡൻസ് അപാരമാണെന്ന്. പക്ഷേ ആ കേസെല്ലാം വിധി വരുമ്പോൾ വിജയം എനിക്ക് തന്നെയായിരുന്നു. അത് നാരായണ വക്കീലിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഈ കേസിലെ സുധയ്ക്കത് നേരിട്ട് വിറ്റ്നസ് ചെയ്യാം. ട്രയൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ ആയിക്കോട്ടെ. മണിക്കൂറും ചുമ്മാ ഇരിക്കുന്നതും കാണാം. ഓരോന്ന് തപ്പിയെടുത്തോണ്ട് വരികയും ചെയ്യുന്നുണ്ട്. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? അവണി, അമ്പിളിയങ്കിളെ മുഖത്ത് എന്ത് പറ്റി? ഏയ് അതൊന്നുമില്ല, ഒന്ന് വീണതാ. ഇപ്പൊ ശരിയായോ? കുഴപ്പമില്ല. അവണിയൊന്ന് വിളിക്കാവോ? വാണിയമ്മേ. എന്തു പറ്റിയടാ? വീണത് എന്നാ പറഞ്ഞേ. വീണതോ? ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ തിരക്കാണെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. വീണ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ.
അമ്മ വിളിക്കുന്ന കുറച്ച് കഴിയുമ്പോ കാണാവേ. കാര്യം പറയടാ, ഇതെന്ത് പറ്റിയതാ? ഇതൊന്നുമില്ലടി, ഒന്ന് വീണതാ. അമ്പിളി, വെറുതെ വേഷം കെട്ടെടുക്കരുത്. വീണ പാടും അടികിട്ടിയ പാടും ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്കറിയാം. ഇതാര് കുറച്ച് നാളായാലും ഈ വഴിക്ക് കണ്ടിട്ട് ഓലം കണ്ടിട്ട് ആരോ പഞ്ഞിക്കിട്ട പോലെ ഉണ്ടല്ലോ. അമ്പിളി, സത്യം പറ, എന്താ കാര്യം? നിനക്ക് എന്താ പറ്റിയത്? എടാ പറഞ്ഞു കൊടുക്കടാ, നിന്നെ തല്ലിയൊരു തിരിച്ചു ചെല്ലാൻ വേണ്ടി ലേഡി ബ്രൂസ്ലി റെഡി ആയിട്ടിരിക്കുക. നിങ്ങളെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇവനിങ്ങനെ തല്ലും കൊണ്ട് വന്ന് നിന്നിട്ട് ഞാനത് കണ്ട് ആസ്വദിച്ചില്ലെങ്കിൽ ഞാനൊക്കെ എന്ത് മനുഷ്യനാണ് അല്ലേടാ? എന്നെ ആരും തല്ലിയതല്ല, ഞാനൊന്ന് വീണതാ. ആ, അവന്റെ കോലം കണ്ടാ അറിയാ നല്ല ബേഷാ കിട്ടിയിരിക്കണോന്ന്. ടാ, ഇയാളാണോ നിന്നെ തല്ലിയത്? എടി അല്ല, നിന്നോടല്ല ഞാൻ പറഞ്ഞത്. എന്താടി നോക്കി പേടിപ്പിക്കണത്? നിനക്ക് സംശയമുണ്ടോ ഞാനാണ് അവനെ തല്ലിയെന്ന്? അതേടി, ഞാൻ തന്നെയാണ് ഇവനെ തല്ലിയത്, അല്ല തല്ലിച്ചത്. നിന്നെയോ ഒന്നും ചെയ്തിട്ടേക്കുന്നില്ല, അതുകൊണ്ടാ ഇവനെ ഞാൻ ആളെ വിട്ട് തല്ലിച്ചത്. എന്നിട്ട് നീ എന്താ ഒന്നും പറയാതിരുന്നത്? നീ അതൊക്കെ വിട്ടെ, എന്നെ ആരും തല്ലിയില്ല. ചേടാ, നിനക്ക് എന്നോട് ഇത്ര സ്നേഹോ? എന്നാലും ഞാൻ ഇവനെ ആളെ വിട്ട് തല്ലിച്ചിട്ടേ നീ എന്നെ ഒറ്റ കൊടുത്തില്ലല്ലോ. നിങ്ങൾക്കപ്പൊ ജയിലിൽ പോയാലും പുറത്തു വരണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലല്ലേ? ഇതേ വധശ്രമോ? നീ കൊണ്ട കേസ് കൊടുക്കടി. വധശ്രമോങ്കി വധശ്രമം. എന്തായാലും പിള്ളേരുടെ കല്യാണം കൂടെ എനിക്ക് പറ്റില്ലെന്നല്ലേ ഇതിന്റെ വക്കീല് പറഞ്ഞു. അതിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് കിടക്കട്ടെ. ഓ, കൂട്ടുകാരിക്ക് മരുന്നൊക്കെ ആയിട്ട് വന്നായിരിക്കും അല്ലേ? ആയിക്കോട്ടെ, ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. അതെ, ഇന്നിവിടെ മൊത്തം പൊറുതിയാണോ അതോ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവോ? എടി ഞാൻ ഇറങ്ങുവാ, ഞാൻ വിളിക്കാം. അവിടെ നിക്കടാ, നീ എവിടെയും പോകുന്നില്ല. ഇവനെ തല്ലിച്ചത് നിങ്ങളാണെങ്കിൽ ഇതിനുള്ളത് നിങ്ങൾക്ക് കിട്ടും. നിനക്ക് എന്താണ് ഇത്ര സംശയം? നിന്നോട് തീർക്കാൻ പറ്റാത്ത ദേഷ്യമേ ഞാൻ ഇവന്റെ അടുത്ത് അങ്ങ് തീർത്തതാ. അവനടിച്ചാലേ നിനക്ക് വേദനിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു. ഇനി നീ എന്നെ ചൊറിഞ്ഞ ഇനി ഞാൻ ആളോട്ട് ഇവനെ തല്ലിക്കുന്ന. ഇവനെ എന്റെ ചെണ്ടയാണ്. ഇവനെ എപ്പോഴൊക്കെ എനിക്ക് കൊട്ടാൻ തോന്നുന്ന അപ്പോഴൊക്കെ ഞാൻ കൊട്ടും. ആ അമ്പിളിക്ക് നല്ല കീറ് കിട്ടിയിട്ടുണ്ടോ? എവിടുന്നോ? എവിടുന്ന് കിട്ടി? ആ, എവിടുന്നോ കിട്ടി? ആ, ഇനി അതും കൂടെ തന്റെ തല വരാതെ നോക്കിക്കോ. എന്റെ തലയിലൊന്നും ഇപ്പൊ എന്താ പ്രശ്നം? എവിടോ, തനിക്ക് ഇപ്പോൾ ഉള്ള കേസൊന്നും പോരെ. ആ അമ്പിളിയുടെ തല പാറെറിഞ്ഞ് കൊല്ലാൻ നോക്കിയ കേസ് ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഒഫീഷ്യലി പരാതി കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കും. അതുകൊണ്ടേ ഈ ഒരു സംഭവം കൂടെ തലേ വരാതെ നോക്കണം. തമാശകളിയല്ല ഇത്. അയ്യോ വക്കീല്, അപ്പൊ കുഴപ്പമായോ? എന്താ ഒരു അയ്യോ? അവന് തല്ല് കിട്ടിയ സന്തോഷത്തില് ഞാനാണ് അവനെ ആളെ വിട്ട് തല്ലിച്ചെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കൂടാതെ 2-3 പഞ്ച് ഡയലോഗ്. തനിക്കിത് എന്തിന്റെ കേടാടും? ഓളം വെട്ടി കിടക്കണം തന്റെ തലയിൽ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ വഴിയെ പോണ വയ്യാവേലി മുഴുവൻ എടുത്ത് തലേ വെക്കണം. ആ, അത് വീട് വക്കീലേ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. അറ്റംപ്റ്റ് മർഡറാണ്, ശ്രദ്ധിച്ചാൽ തനിക്കുള്ള. എടാ പ്രകാശം, നീ ഇത് എവിടെയായിരുന്നു? നിന്നെ കാണാനില്ലല്ലോ. ഞാൻ കുറച്ച് ബിസി ആയി പോയി ചേട്ടാ. ബിസിയാ? നിന്റെ കൂട്ടുകാരൻ രഘു എവിടെ? കൂട്ടുകാരനാ? പുള്ളി പാലക്കാട്. പുള്ളിയുടെ വീട് അവിടെ അല്ലേ? പാലക്കാടോ? ആ, പാലക്കാട്.
രഘുവിന് അങ്ങനെ ഒരു വീട് പാലക്കാട് ഇല്ലല്ലോ പ്രകാശ. വീടില്ലെന്നാ? അല്ല, അതങ്ങനെ വക്കീലിനറിയാ? ഞാനൊരു വക്കീലല്ലേ പ്രകാശ. എടാ അയാളുടെ മോളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വീട് കച്ചവടം ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? അതെ. എന്തു പറ്റി? അല്ല, ഇപ്പൊ മകളും ഇല്ലേ? ഇല്ല, അങ്ങനെ ഒരു മകളില്ല. എന്നാ കേട്ടോ, രവിച്ചേട്ടൻ അങ്ങനെ ഒരു വീടും ഉണ്ട്, ഒരു ഭാര്യയും ഉണ്ട്, ഒരു മകളും ഉണ്ട്. ഞാൻ അവിടെ പോയതാ, ഭാര്യേനെയും മകളെയും കണ്ട്. പിന്നെ 3-4 പാർട്ടീനെ ആ സ്ഥലം കാണിക്കുകയും ചെയ്ത്. അതിലൊരാൾ എന്തായാലും ആ സ്ഥലം വാങ്ങും. ഇപ്പൊ നിങ്ങളുടെ സംശയമൊക്കെ മാറിയ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നല്ല ക്ഷീണം. നിങ്ങളല്ലേ പറഞ്ഞത് അയാൾക്ക് വീടില്ല, ഭാര്യയില്ല, മക്കളില്ല എന്നൊക്കെ? എന്നിട്ടിപ്പോ ഇവൻ എന്തൊക്കെയാ പറയണത്? അവൻ വീട്ടിൽ പോയി അയാളുടെ ഭാര്യയും മക്കളെയും പോയി കണ്ടു. സത്യം പറ വക്കീല്, നിങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വെറുതെ പറഞ്ഞല്ലോ. അവന് പൈസ ഇട്ട് കൊടുത്തത് രഘുവിന് തന്നെയാണോ? താനൊന്ന് പോടും. തന്നെ ഞാൻ ഈ രഘു ATM നിന്ന് പൈസ എടുക്കുന്ന വീഡിയോ കാണിച്ചു തന്നല്ലേ? പൈസ എടുക്കുന്ന കാണിച്ചു, പക്ഷെ അത് ആവണി ഇട്ട പൈസയാണ് എടുക്കുന്നതെന്ന് ഉറപ്പ്. അത് ഏത് അക്കൗണ്ടാന്ന് എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. തനിക്ക് വേണമെങ്കിൽ താനത് വിശ്വസിക്കും. പക്ഷെ ഇപ്പൊ പ്രകാശം പറഞ്ഞത് പച്ച കള്ളമാണ്. അവര് കള്ളം പറയേണ്ട കാര്യം എന്താണെന്ന് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവനെന്തിനാ കള്ളം പറയുന്നത്? പ്രകാശല്ലേ, നിങ്ങളാണ് കള്ളം പറയണത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ആവണിയാണ് രഘുവിന് പൈസ ഇട്ട് കൊടുത്തതെന്ന്? മോനാ, എന്റെ പ്രൊഫഷനെ ഇൻസൾട്ട് ചെയ്യരുത്. അവന് പൈസ ഇട്ട് കൊടുത്ത അക്കൗണ്ട് നമ്പർ ആരുടെയാ? സരസ്വതി അമ്മയുടെ അല്ലേ? ആ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ചെയ്തിരിക്കുന്നത് രഘുവാണ്. വിഡ്രോ ചെയ്ത ആള്, സമയം, ATM, പിന്നെ അതും പോരാഞ്ഞ് ഇതിന്റെ എല്ലാം CCTV ഫുട്ടേജ്. മോനാ, എനിക്ക് ഉറപ്പാ, ഒന്നുകിൽ പ്രകാശൻ എന്തോ തെറ്റുപറ്റി, അല്ലെങ്കിൽ പ്രകാശൻ കള്ളം പറഞ്ഞു. എന്തായാലും അത് ഞാൻ കണ്ടുപിടിക്കും.